ഹലോ ഗൈസ്, അപ്പം നമുക്കൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ഉണ്ടല്ലോ. ഈ ചിക്കൻ കറി ഉണ്ടല്ലോ നല്ല പൊറാട്ടയ്ക്കും നെയ്ച്ചോർക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ചിക്കൻ അങ്ങോട്ട് മാഗ്നറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ മാഗ്നറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഫുഡ് കളർ, വിനാഗിരി, തൈര്, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത് ഇവയൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ചിക്കൻ മാഗ്നറ്റ് ചെയ്താണ് വെക്കാം. അങ്ങനെ മാഗ്നറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതങ്ങോട്ട് മാറ്റി വെക്കാം. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് എണ്ണീന്നേ കുറച്ചങ്ങോട്ട് ഒഴിച്ച് വെച്ചിട്ടേ ബാക്കിയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, കുരുമുളക് പൊടിച്ചത് ഇവയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം സവാള സ്ലൈസ് ചെയ്തതും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വാറ്റാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത തക്കാളിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഉപ്പ് ഇവയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം. ഈ മസാലയിലേക്ക് കുറച്ച് തൈരും സോയാ സോസും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടേ ഒന്നങ്ങോട്ട് മിക്സാക്കി അടിച്ചിട്ടേ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.